പ്രബുദ്ധ കേരളത്തിൽ മാഫിയ ഭരണമാണോ എന്ന സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഭരണപക്ഷത്തിൻ്റെ ഒരു MLA ഇന്നലെ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഇനി ആരുണ്ട് തുറന്നു പറയാൻ എന്നുള്ളതാണ് ഒരു വിഷയം. കഴിഞ്ഞ രണ്ടാഴ്ച സിനിമാ മേഖലയിലെ മാഫിയയെ കുറിച്ചിട്ടായിരുന്നു. ഇന്നിതാ ഏറ്റവും ഒടുവിലായി നാളിതുവരെ കേരളം കേൾക്കാത്ത തരത്തിലുള്ള ഒരു ആരോപണവുമായി ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ PV അൻവർ മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മൾ സ്വർണ്ണക്കടത്ത് കേസ് കണ്ടിരുന്നു. ജനം ഞെട്ടിത്തരിച്ചിരുന്ന നാളുകളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്ന് ജനം അതിശയിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും അന്വേഷണം എങ്ങും എത്താതെ പോകുന്നു. അപ്പോൾ ആൾക്കാർ വീണ്ടും കുറേ ദിവസം ചർച്ച ചെയ്യും, കളയും. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് നാളിതുവരെ പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണ് അൻവർ, ഒരു ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതി, പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രതി, ഒരുപാട് ആരോപണങ്ങളിൽ പെട്ട് കുടുങ്ങി കിടന്നിരുന്ന മനുഷ്യനെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ കൊണ്ടുവരുമ്പോൾ പോലീസ് പ്രതി ഒരു ഗുരുതരമായ ആരോപണവുമായി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നടക്കുമെന്ന് പറഞ്ഞൊരു MLA പോലും തിരിച്ചയക്കുന്ന സ്ഥിതിവിശേഷം. ഇത് വാസ്തവത്തിൽ വല്ല ബീഹാറിലോ UP ഒക്കെയാണ് നടന്നിരുന്നതെങ്കിൽ, ഇങ്ങനൊരു MLA ഭരണകക്ഷി MLA ഒരു BJP MLA ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിവിടെ കേരളത്തിൽ സ്ഥിതി ഉണ്ടാവുമായിരുന്നു. ഇവര് കത്തിക്കും. ഇവര് കത്തിക്കുന്നത് മാത്രമല്ല, മോദി രാജ്യങ്ങളെ നോക്കലായി. അതാണല്ലോ അവിടുത്തെ ഒരു പൊതു രീതി. പിന്നെ തമ്പുരാൻ അടുപ്പിലാവാം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ. ഈ PV അൻവർ തന്നെ MLA തന്നെ അനധികൃതമായി ഭൂമി സമ്പാദിച്ച കേസിൽ, കയ്യേറിയ കേസ് സമ്പാദിച്ചല്ല, കയ്യേറിയ കേസിൽ തടയണ നിർമ്മിച്ച് അവിടെ തടയണ നിർമ്മിച്ച കേസിൽ ഇങ്ങനെ കുറേ കേസിൽ ഇയാൾ പ്രതിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഇദ്ദേഹത്തിന് ചില നടപടി സ്വീകരിച്ചിരുന്നു. അതുകൂടാതെ ഇപ്പോൾ വീണ്ടും ടിക്കറ്റ് കൊടുത്തു MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട്. ആ ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹം വീണ്ടും മത്സരിച്ച് പൂർവാധികം ശക്തിയായി തിരിച്ചു. നേരം പുള്ളിയെ മനസ്സിലാക്കണം, അപ്പൊ ഞാൻ വലിയ ആളാണ് എന്ന കാര്യത്തിലായിരിക്കുമല്ലോ CPM വീണ്ടും പിന്നെ മത്സരിക്കാനുള്ള അവസരം കൊടുത്തത്. അപ്പൊ അങ്ങനെ ഈ വീണ്ടും PV അൻവറിനെ പാർട്ടിയിൽ കൊണ്ടുവന്നത് ഭസ്മാസുരനെ വരം കൊടുത്തപോലായോ? അതായത് ഈ അൻവറിന്റെ ഉദ്ദേശമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പറയുന്നതൊക്കെ ശരിയാണോ, അതോ മറ്റു ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണോ? ഇനി ഇത് ആർക്ക് നേരെയാണ് അമ്പുകൾ ചെല്ലുന്നത്? ആരെ രക്ഷിക്കാനാണ് പിന്നെ ശ്രമം? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ജനത്തിന്റെ മനസ്സിലുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞ ജനം അറ്റ കൺഫ്യൂഷനിലാണ്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാതിരിക്കണം, ആരോട് പോയി പരാതി പറയണം? ഈ സ്വർണ്ണക്കടത്ത് കേസുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് പോലീസ് ആൾക്കാരെ വല്ലാതെ കണ്ട് ദ്രോഹിക്കുന്നുവെന്നും കൊല ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സ്വർണ്ണക്കടത്തിന് പോലീസിന്റെ ഒത്താശ മാത്രമല്ല, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും ഇവരുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, 25 ബിസ്ക്കറ്റ് കടത്തിക്കൊണ്ടുവന്ന 10 ബിസ്ക്കറ്റ് ഈ പോലീസ് എടുത്തുകൊണ്ട് പോകുന്നുള്ള, എന്നിട്ട് ബാക്കി കൊടുക്കും. വേണ്ടി വന്നാൽ അവനെ ഒരാളെ അത് നശിപ്പിക്കാനും മടിയില്ലാത്ത പോലീസുകാർ പറയുന്നത്. ഒരുപാട് ആരോപണങ്ങളാണ് ADGPയുടെ പിന്നെ മേലിൽ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഭരണതലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പകതീർക്കലാണോ എന്നുള്ളതും കൂടി ഒരു സംശയം ഇപ്പോൾ ആൾക്കാരുടെ വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഏറ്റവും അധപ്പതിച്ച രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ ആണ് എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഭരണകക്ഷി MLA തന്നെ ഈ ഭരണത്തിൽ പക തീർക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPM ഗ്രൂപ്പില്ലല്ലോ പഴയതുപോലെ. അപ്പൊ മാത്രമല്ല ഗ്രൂപ്പില്ലെങ്കിലും ഒരുപാട് വിഷയങ്ങളാണ്. അമർഷം വലിയതോതിൽ പോകുകയല്ലേ, തന്നെയാണ് ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനം പാർട്ടിക്കാതെ കാര്യം. ഒറ്റ ഗ്രൂപ്പുള്ളത് പിണറായി ഗ്രൂപ്പാണ്, അതിന്റെ വേറൊന്നുമില്ല. ഈ PV അൻവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാർട്ടി സമയത്തേക്ക് വരുന്ന ആളുമല്ല. പുള്ളിക്ക് സ്വന്തമായി ബിസിനസ് ആർക്കാണ്, അയാൾ ബിസിനസ് താല്പര്യമുണ്ട്. ആ ബിസിനസ് താല്പര്യം രാഷ്ട്രീയത്തിൽ കൂടി ഉപയോഗിക്കുന്നതാണ് മറ്റൊരു വസ്തുത. ആ ഒരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ട്. പാർട്ടി ചിലപ്പോൾ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മലപ്പുറം SP ഓഫീസിൽ കസേരയിട്ട് ഒരു സമരം നടത്തി. അതെ, അവിടെ ഇപ്പൊ അവിടുത്തെ SP ശശിധരനാണ്. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ പോയി എനിക്കിപ്പോ അങ്ങനെ കാണണം, പിന്നെ പഴയ കേസ് എന്തായി എന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ ക്യാമ്പ് ഓഫീസാണ്, അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയാണ്, ഇവിടെ കയറി ഇരുന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറെ വേലകൾ കാണിച്ചിട്ട് കസേര ഇട്ടിട്ട് അവിടെ കൃഷി നടത്തിയാണ്. അത് വലിയ വാർത്തയായി. ഈ സംഭവം നടന്നതിന് ശേഷം CPMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തെ വിളിച്ചു, ശാസിച്ചു, തമാശ പറഞ്ഞു എന്നൊക്കെ പിന്നീട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികാരം കൂടി ആയിരിക്കുമോ പുതിയ വെളിപ്പെടുത്തൽ? അല്ല, അതിന്റെ പ്രതികാരം മാത്രം ആകണമെന്നില്ല.
അപ്പം അൻവറിൻ്റെ ഉദ്ദേശം എനിക്കോ താങ്കൾക്കോ മനസ്സിലാകില്ല. ഒരുപക്ഷെ പിണറായിക്ക് മനസ്സിലായിട്ടുണ്ടാകണം. അല്ലാതെ ഈ പരസ്യമായി നമുക്ക് ഈ മനുഷ്യന്റെ പിന്നെ ഇന്റൻഷൻ നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ലെന്ന് പറയുന്നത് CPM-ന്റെ ഇപ്പോഴത്തെ പിന്നെ നടപ്പ് രീതി വെച്ചിട്ടാണെങ്കിൽ 2 തവണ മാത്രമാണ് മത്സരിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണല്ലോ. അൻവറെ സംബന്ധിച്ച് 2ാമത്തെ ടൈം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അദ്ദേഹം ഈ പാർട്ടിയിൽ ഒരു കരാളഞ്ഞ CPM-കാരനല്ല, ബേസിക്കലി ഇദ്ദേഹം CPM-കാരനല്ല. അപ്പോൾ ഇനി ഈ പാർട്ടി നിന്നുകൊണ്ട് ഒരുപക്ഷെ ഈ ഭരണം മാറിക്കൂടായില്ല, പിണറായിക്ക് ശേഷം ഭരണം മാറിക്കൂടായില്ല, മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കോൺഗ്രസ് ഭരണമായിരിക്കാം വരാൻ പോകുന്നു എന്നുള്ള ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിക്കൊള്ളാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ഒരു ബിസിനസ്സുകാരന് കൂടിയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചിന്തിക്കുന്നുണ്ടാവും. ഇനി ഇവിടെ വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, മറ്റെന്തെങ്കിലും വഴി നോക്കാം. സ്വകാര്യമായി ഇദ്ദേഹം അത്തരത്തിൽ സംസാരിച്ചു, അണികളോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞ് കേൾക്കുന്ന വാർത്തകൾ. അതിനോടൊപ്പം വളരെ ഗുരുതരമായ ഒരു വിഷയം ഇപ്പം പിന്നെ സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ബിസിനസ് താല്പര്യം എന്നുള്ളത് ഒരു വശം നിൽക്കട്ടെ. പക്ഷെ പുള്ളി ഇന്നലെ പറഞ്ഞത്, ഇന്നലെ ഒരു പിന്നെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കൊടുത്ത പിന്നെ അഭിമുഖത്തിൽ പോലീസിലെ SP-യുമായിട്ട് സുജിത് ദാസ് എന്ന് പറയുന്ന ഇപ്പൊ 18 SP ആയിരിക്കുന്ന ആളുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ അദ്ദേഹം ഇന്നലെ അതിൽ കൂടി വെളിപ്പെടുത്തി. കാരണം ഞാൻ പറഞ്ഞ സത്യമെന്ന് അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ആരോപണം തന്നെ, കേരള പോലീസിന്റെ സൈബർ സെല്ല് എല്ലാവരുടെയും ഫോൺ ചോർത്താറുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് ഫോൺ അവർ ചോർത്ത് തന്നിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം. ജനം എങ്ങനെ ഈ പോലീസിനെ വിശ്വസിക്കുന്നുള്ളതാണ്. ഒരു തരത്തിൽ ഈ പോലീസ് ഇത്തരത്തിലായി കഴിഞ്ഞ പിന്നെ ജനത്തിന്റെ മനസ്സമാനം പോയി. അതെ, ഇത് നമ്മുടെ ഈ കണ്ണിൽ പൊടിയിടാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില പോലീസുകാർ വന്ന് പാവപ്പെട്ടവന് ഇവിടെ പെറ്റി അടിക്കുക, അങ്ങനെയുള്ള ഈ സാധാരണക്കാരനെ പിന്നെ വിരട്ടുക. വഴിയിൽ നിന്ന ഒരു പയ്യനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചിട്ട് പാലക്കാടിന് ആഴ്ച സംഭവിക്കുന്ന 2ാമത്തെ പ്രശ്നമാണ്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പോലീസ് അവിടെ ഇവിടെ ചില വേള കാണിച്ച് അതിന് മാത്രമുള്ളതായി മാറിയിരിക്കുകയാണ് പോലീസ്. ഇതിൽ പിന്നെ മുഖ്യമന്ത്രിയാണ് പോലീസ് മന്ത്രി. അപ്പോൾ പോലീസ് മന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ആഭ്യന്തര അതിലേറെ വലിയ പ്രശ്നമാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു കുഴപ്പം അൻവർ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്, നമ്മൾ ആരുമല്ല. ഭരണപക്ഷത്തെ CPM ഒരു MLA എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ വലിയൊരു കൊട്ടാര സദൃശ്യമായ ഒരു കാര്യം ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ദാവൂദിനെ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെപ്പോ ഇനി പറയാനില്ല. അപ്പൊ ഇവിടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇതിപ്പോ UP-യിലോ മധ്യപ്രദേശിലോ ബീഹാറിലോ ഒക്കെ ആയിരുന്നെങ്കിൽ മോദി വരെ ഇവർ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ എന്നിട്ടും അതിൽ വളരെ രസകരമായ ഒരു സംഭവം, അതായത് ഈ ആരോപണങ്ങളൊക്കെ പുല്ല് വരെയാണ് ഈ പിണറായി വിജയൻ കൊടുക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ്. ഇത് രാവിലെ പറയും അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ടത് ഈ ADGP മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷിക്കുക. ഈ അവിടെ ഇരിക്കുമ്പോൾ ഈ അന്വേഷണം എങ്ങനെയാണ് ഈ നേരെ മുന്നോട്ട് പോകുന്നത്? അപ്പൊ ആരെ കണ്ടി പുള്ളിയിടാനുണ്ട്? നാട്ടിൽ ഇതുവരെ നടന്ന ഒരു അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഈ പോലീസ് തന്നെ അവിടെ അയാളോട് ഇരുത്തുക, എന്നിട്ട് അന്വേഷിക്കുക. ഇതൊക്കെ വെറും അതായത് ഒരു പിടിച്ചു നിൽക്കേണ്ട പിന്നെ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അന്വേഷണം സ്വർണ്ണ പിന്നെ കടത്ത് കേസ് എന്തായി? ഒന്നും ആയിട്ടില്ല. ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കും. വാസ്തവത്തിൽ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ അരാജകത്വം ഇപ്പോൾ തുടർഭരണം ജനങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ തുടർഭരണത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി വലിയ പ്രതീക്ഷയോടെ കൊടുത്തു. അങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ചുറ്റും ഉപദേശകരുള്ളത്. അപ്പൊ ഈ ഉപദേശകർ വഴി ഇദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ ഇത് രാഷ്ട്രീയത്തിൽ ആരും എക്കാലവും പിന്നെ ഒരേപോലെ ബലവാനായി നിന്നിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിന്റെ പിന്നെ ഉദാഹരണങ്ങളായി കൂടായികയുമില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഭരണം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കൽ പറഞ്ഞു കേൾക്കുന്ന കഥകളൊക്കെ വളരെ ഭീകരമാണ്, വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അതില് ഏറ്റവും ഒടുവിലത്തതാണ് പുറത്തു വന്നു പറഞ്ഞ അൻവറിന്റെ ഈ ഒരു കാര്യം. അങ്ങനെയെങ്കിൽ അടിയന്തരമായി എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളം ഇങ്ങനെയാണ് കടന്നു പോകുന്നത് എങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് പിന്നെ തികച്ചും അർത്ഥവത്താണ്. കാരണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കട്ടെ, ഒക്കെ സംഭവിക്കട്ടെ. പക്ഷെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് അൻവർ ഒരുക്കി കൊടുത്തത്. അതെ, മാത്രമല്ല പിന്നെ PV അൻവറിന്റെ വേറെ ദുരുദ്ദേശം കൂടി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ചില ആളുകൾ അങ്ങനെയല്ലേ പറയുന്നു. മരുമോനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണോ എന്നുള്ള സംശയങ്ങൾ ചില ജനത ഉയർത്തുന്നുണ്ട്. കാരണം ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയാണ്, ശശി ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ആഭ്യന്തര വകുപ്പ് പതിയെ പിന്നെ മാറ്റി മരുമകനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി പിന്നിലുണ്ട്. ഇവർ തമ്മിൽ ഒത്തുകളിയാണെന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് അല്ല, അത്
അതിന് മുതിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ അതിനുള്ള സാധ്യത പിന്നെ ഇവർ ശ്രമിച്ചുകൂടായിക്കൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും പാർട്ടിയിൽ ഇത്രയും ശക്തരായ ആൾക്കാരുള്ള ഇപ്പോൾ ഭരണപരിചയമുള്ള ആൾക്കാർ പുറത്തു നിൽക്കുമ്പോൾ രണ്ടാം തവണ ഇപ്പോൾ പലതവണ പിന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ മത്സരിക്കാതെ പുറത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ എത്രയും മാത്രം ഭരണപരിചയമുള്ള ഈ ആഭ്യന്തര വകുപ്പ് പോലെയുള്ള ഒരു പിന്നെ ആഭ്യന്തരം പോലൊരു വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളിയിട്ട് പോലും ഇതാണ് അവസ്ഥ. ഒരു താരതമ്യേന ജൂനിയറായ മറ്റൊരാൾക്ക് കൊടുക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വയ്യ. അല്ല, നമ്മൾ ഈ പറഞ്ഞ പിണറായി ഭയങ്കര കരുത്തരാണ്, ഏട്ടച്ചങ്കരാണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ പുള്ളിയുടെ ഉദ്ദേശിച്ചത് ശരിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആരോപണം ഉണ്ടാവില്ലല്ലോ. ഇദ്ദേഹത്തിന് പങ്കുണ്ടതല്ലേ? അല്ല, ഇതിലേക്ക് തോന്നുന്നത് അദ്ദേഹത്തിൽ പിന്നെ ഈ വകുപ്പിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം അദ്ദേഹത്തിനില്ല. എന്തൊക്കെ എവിടെയൊക്കെ പിന്നെ പിഴയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പിണറായി നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരാളല്ല, എല്ലാവർക്കും അറിയാം. പിണറായി വിചാരിച്ചാൽ എല്ലാം ഒറ്റ മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ, പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിൽ കൂടിയും അതിന്റെ നോട്ടപ്പിശ ഉണ്ടാവും. ഈ നോട്ടപ്പിശക് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു മുഖ്യത ന്യായീകരിക്കാൻ പറ്റില്ല. ഈ ഭരണപക്ഷ MLA പറഞ്ഞതൊക്കെ ഒരു ലളിതമായി തമാശയെ കാണാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി പറഞ്ഞതല്ല. ഇപ്പൊ ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ മേലിലേക്കാണ് പിന്നെ സാർ സംസാരിക്കുന്നത്. ഇതിനൊക്കെ ലളിതമായി കാണുക. ഒരിക്കലല്ല. കാരണം പോലീസ് നാട്ടുകാരുടെ ഫോൺ ചോർത്തുന്നു, പിന്നെ പ്രതിപക്ഷത്തിന് ഫോൺ ചോർന്നാൽ നേരത്തെ പല ഉന്നയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നു. ഇയാള് ഈ പിന്നെ ദാവൂദിന് തുല്യമാണെന്ന് പറയുന്നു. സ്വർണ്ണ കടത്തില് പോലീസുകാരാണ് പ്രതികരിക്കുന്നത്, പി ശശിയാണ് ഇവരെല്ലാം സംരക്ഷിക്കുന്നതെന്ന് പറയുന്നു. എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു ആരോപണം വന്നു കഴിഞ്ഞു, നമ്മൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് മെറിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് പറയുന്നു ഒരു ആരോപണം ഭരണകക്ഷി ബന്ധം വെക്കുന്നു, ഉറപ്പായും ഗുരുതരമായ ആരോപണമാണ്. ഈ ആരോപണത്തിനൊടുവിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതില്ലേ? അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയാവും. മറ്റു ഇതുവരെയുള്ള അന്വേഷണങ്ങളൊന്നും പോയി എത്തിയിട്ടില്ല എന്നുള്ള വേറെ കേസ്. പക്ഷെ എങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതൊരു നടപടിക്രമം പ്രശ്നമാവുന്നുണ്ട്. കേരളത്തിൽ ഇന്നുവരെ നടന്ന എല്ലാ അന്വേഷണവും പ്രശ്നമാവുകയാണ്. ഈ അന്വേഷണത്തിൽ അങ്ങനെ ആകാതിരിക്കട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നടപടി, ഒരു അന്വേഷണത്തിനുള്ള ഒരു ഉത്തരവ് എന്ന് പറയുന്നത് അത് ഉറപ്പായി ഉണ്ടാവണം. അത് ഇതേ കിട്ടു. ഇനി വരും ദിവസങ്ങളിൽ വേണോ തെളിയാൻ. പെട്ടെന്ന് മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് തീരുമോ? ഇല്ല. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടാവും. ഈ അജിത്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ ഇനിയും ഉണ്ടാവും. സുജിത് ദാസിനെ പോലുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവും. മറുപടിക്ക് പുറത്തേ വന്നിട്ടില്ല. ഇനി എത്രയോ പേര് എവിടെ IPS അസോസിയേഷനൊക്കെ വലിയ ഒരു അസംതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല പിന്നെ ആൾക്കാരും സർവീസിൽ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഒരു പുഴുക്കുത്തോളയും വെച്ച് പോലീസ് സേനയിലെ പുഴു മാത്രമല്ല, പുഴുവല്ലെന്നേ, ഇത് ഭീകര ജീവികളാണ്. ഇത് കേവലമായി പുഴു എന്ന് പറയാൻ പറ്റൂലേ, ഇത് ഭീകര ജീവികളാണ്. അപ്പൊ ഇവര് വളർന്ന് പന്തലിച്ച് കേരളത്തെ അവരുടെ പിന്നെ സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രമായി പിന്നെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഈ പിന്നെ ഈ സർക്കാരിന്റെ കീഴിലുള്ള ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇതിന് എത്രയോ കേസിൽ മറ്റ് നമ്മുടെ പിന്നെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ചില അവരൊക്കെ എത്രയോ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. പക്ഷെ പോലീസിനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിൽ തികച്ചും അരാജകത്വമായിരിക്കും. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പിണറായി വിജയൻ തന്നെ ഏറ്റെടുത്തേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് പ്രതിപക്ഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു രാജി ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇത് കേരളത്തിൽ ഇന്ന് വരെ നടന്ന ഒരു അന്വേഷണം പോലെ ആകരുത്. ഇത് നിസ്സാരമല്ല. കേരളത്തെ കാർന്നു വരുന്നത് ഇതിൽ ഈ പുഴുക്കുത്തോളെ പറഞ്ഞു വിടും സർവീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 108 ആൾക്കാരെ കൊണ്ട് പറഞ്ഞു വിട്ടു, പിരിച്ചു വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം പിരിച്ചിട്ടുള്ള ഇതുള്ള കക്ഷികളെ സാധാരണ പോലീസിന്റെ ഉന്നത രംഗമാണ് ഏറ്റവും കൂടുതൽ അഴിമതിയും ക്രിമിനലിസവും ബാധിച്ചിരുന്ന സർക്കാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ ADGP എന്ന് പറയുന്നത് ചെറിയ മീനല്ലല്ലോ, ആണോ? അല്ല. അപ്പോ ഉന്നത തരത്തിലാണ് ഈ പറഞ്ഞതില് നടപടി വേണ്ടത്. പാവപ്പെട്ട പോലീസുകാർ ജോലി സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അവര് ജോലി രാജിവെച്ച് എത്രയോ പോലീസുകാർ രാജിവെച്ചിട്ട് പോയി. അപ്പോൾ ഈ താഴേക്കിടയിലുള്ള പാവം പോലീസുകാരെ സംബന്ധിച്ചിട്ട് അവർ വലിയ പ്രതിസന്ധിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ ഈ മേലെയിരിക്കുന്ന മേലാളന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് വെച്ചാൽ സ്വർണം കടത്തിയും ആളുകളെ തട്ടിയും പിന്നെ മറ്റവൻ്റെ കമ്മീഷൻ വാങ്ങിച്ച് നല്ല സുഖകരമായ ജീവിതം നയിക്കുന്നു. സംരക്ഷിക്കാനായിട്ട് CM-ന്റെ ഓഫീസിൽ തന്നെ ആളുകളുള്ള സ്ഥിതിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഭരണത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ല എന്നാണ്. അത് ചുരുക്കത്തിലൂടെ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനുണ്ട്, അദ്ദേഹത്തെ തിരിച്ചു വിട്ടു എന്ന് പറയുന്നു. സർവീസ് വെച്ചിരിക്കില്ല. ഇത് മോഷണമാണോ? അപ്പൊ ഇയാൾക്ക് എങ്ങനെയാണ്? അതാണ് വിഷയം. ഇപ്പൊ പാവപ്പെട്ട പോലീസുകാരനെ പറഞ്ഞു വിടുക. പാവപ്പെട്ട പോലീസുകാരൻ ഞാൻ പറയുന്നില്ല, മാങ്ങ മോഷ്ടിച്ച് സർവീസ് വേണ്ട. അത്ര ഗതിയിട്ടവനാണെങ്കിൽ വേണ്ട സർവീസിൽ. അത് ഇട്ടിരിക്കുന്ന കുപ്പായം അതാണ്. അതുപോലെ ഇട്ടിരിക്കുന്ന കുപ്പായം അതാണ്. അങ്ങനെയെങ്കിൽ ഈ നക്ഷത്ര ചിഹ്നങ്ങളൊക്കെ തോളിൽ വെച്ച് എന്ത് നടക്കുന്ന മനുഷ്യൻ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു, വൃത്തികേടുകൾ ചെയ്തു എന്നൊരു ഭരണകക്ഷി MLA പറയുമ്പോ മാങ്ങ മോട്ടിച്ചു അവരെ പിരിച്ചുവിട്ടാൽ എത്രയോ ഇരട്ടിയാണ് ഇയാൾക്ക് കൊടുക്കേണ്ടത്. അല്ല, നക്ഷത്രം വെച്ചാൽ മാങ്ങ മോട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഉണ്ടാകും എന്ന് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനകൾ പല ഭാഗത്തേക്ക് തിരികെയാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ്